ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ് കാണിക്കാൻ വന്നിട്ടുള്ളത്. ആൻഡ് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അതിന് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് വ്ളോഗ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് വ്ളോഗാണിത്. അതിൻ്റെ കുറച്ച് ചമ്മലൊക്കെ എനിക്കുണ്ട്. ആൻഡ് നമുക്ക് എന്തായാലും ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഒരുപാട് ഗിഫ്റ്റ്സ് ഒന്നുമില്ല, പക്ഷെ ഉള്ള ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് പ്രൈസ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ആൻഡ് എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. സോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എൻ്റെ താത്താടെ കുട്ടി എനിക്ക് തന്ന ഗിഫ്റ്റ് കാണിച്ചു തരാം. ആൻഡ് അവളെല്ലാവർക്കും എന്ത് ചെയ്യും, ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, ആൻഡ് സംതിങ് എന്ത് സ്പെഷ്യൽ ഡേയ്സ് വന്നാലും ആൾക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കൽ നിർബന്ധമാണ്. നമ്മുടെ അടുത്തേക്ക് വരും ഒരു ഫയൽ പേപ്പർ വെച്ച് എനിക്ക് എന്തെങ്കിലും ഒരു കാർഡ് ഉണ്ടാക്കി താന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ഉണ്ടാക്കി. പക്ഷെ അവൾ എനിക്ക് തരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. എനിക്ക് താത്ത, കാക്ക, അനിയത്തി ഉണ്ട്. അനിയനൊഴികെ എല്ലാവരും ഉണ്ട്. പക്ഷെ അവൾക്ക് ഏറ്റവും കൂടുതൽ അതിൽ എന്നെയാണ് ഇഷ്ടം. സോ ഞാൻ അവളെനിക്ക് തന്ന ഗ്രീറ്റിംഗ് കാർഡ് കാണിച്ചിട്ട് അത് വായിച്ചിട്ട് ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് വായിച്ചിട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ കാർഡ്. ആൻഡ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്കൊരാൾ ചെയ്യുമ്പോൾ ഇത് ആള് തന്നെ എഴുതിയതാട്ടോ. ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് താത്താടെ, എന്നെങ്കിൽ പോലും ആളിതിന് ഒറ്റയ്ക്ക് എഴുതിയതാണ്. എൻ്റെ ഹാൻഡ് റൈറ്റ് ഭയങ്കര രസമാണ്. ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. എന്ന് പറഞ്ഞാൽ, ഹാപ്പി ബർത്ത്ഡേ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഓ മൈ ഗോഡ്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, യു ആർ മൈ സിസ്റ്റർ, യു ആർ മൈ ആൻറ്റി. അവളെന്നെ ആൻറ്റി എന്നാട്ടോ വിളിക്കാറ്. ആൻഡ് യു ആർ മൈ ആൻറ്റി ആൻഡ് യു ആർ മൈ സെക്കൻഡ് മദർ. അതെനിക്ക് ഭയങ്കര സന്തോഷം. അവൾ എപ്പോഴും പറയും ഞാൻ സെക്കൻഡ് മോം. ആര് പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് അറിയില്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ പറയും സെക്കൻഡ് മോമാണ്, സെക്കൻഡ് മോം, പ്ലീസ് സെക്കൻഡ് മോമാണെന്ന് ഇടക്കിടക്ക് പറയും. ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് ആൻഡ് നല്ല സന്തോഷം തോന്നും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പക്ഷെ എനിക്കിതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ സാധനം എങ്ങനെ ഹൗ കൻ ഐ എക്സ്പ്രസ് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഐ ലവ് യു സോ മച്ച്. യു ആർ നീറമോൾ. നീറ ഫാത്തിമ എന്നാണ് ആളുടെ പേര്. സോ ദിസ് ഈസ് ഹർ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് നോക്കൂ നിങ്ങൾ. അവൾക്ക് ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ് ഇപ്പം തന്നെ, മാഷാഅല്ലാ. ആൻഡ് ദിസ് വൺ, ആൻഡ് അതിനോടൊപ്പം തന്നെ എനിക്കൊരു മഗ്ഗും കൂടെ തന്നിട്ടുണ്ടായിരുന്ന ആള്. ഈ മഗ്ഗും ആളെനിക്ക് തന്നതാണ്. സോ ഇത് രണ്ടുമാണ് എനിക്ക് എൻ്റെ താത്താടെ കുട്ടി തന്നത്. നെക്സ്റ്റ് താത്താടെ ഗിഫ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഒരുപാട് പേർക്ക് ഹാമ്പറിൽ എന്താ പറയുക ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം. പക്ഷെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. യു ക്യാൻ സീ ദിസ് വൺ. ഇങ്ങനൊരു വാലറ്റ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ഹാമ്പറിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു വാലറ്റ്, ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഈ ഒരു വാലറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ എനിക്ക് താത്തി മഴയിനും കൂടെ തന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ തന്നതിൽ നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്ത. ഈ ഒരു കുർത്ത എനിക്ക് താത്ത തന്നതാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു പെലാസോയും ഉണ്ടായിരുന്നു. ജ്വല്ലറി ബോക്സ്. ഈ ഒരു ജ്വല്ലറി ബോക്സ് എനിക്ക് താത്ത തന്നതാണ്. ഇത് ഞാൻ എഴുതിയതാട്ടോ, ചുമ്മാ വെറുതെ. എൻ്റെ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുക്കുകയാണ്. അതിൽ ഇതെങ്ങനെ വെച്ചാൽ ഇങ്ങനെയാവും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഓക്കെ, ഇങ്ങനൊരു ജ്വല്ലറി ബോക്സ്. ഇതും അതെ, ഞാൻ ഒരുപാട് ഹാമ്പറിൽ ഈ ഒരു ജ്വല്ലറി ബോക്സും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്കിത് എങ്ങനെയാണ് പറയേണ്ടത്, വ്ളോഗ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ ദിസ് വൺ, ഈ ഒരു ജ്വല്ലറി ബോക്സും എനിക്ക് താത്ത തന്നതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. നെക്സ്റ്റ് വൺ, എനിക്ക് 2 ബാഗ്. ഈ ഒരു ബാഗ് ഞാൻ കുറേ ആയി മീഷോയിൽ തപ്പി ഇങ്ങനെ പേടിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്ന സാധനമായിരുന്നു ഈ ഒരു ബാഗ്. ആൻഡ് ഈ ഒരു ബാഗും അതുപോലെ തന്നെ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേനും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്ത് വെച്ച സാധനം. ഞാൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതേ സെയിം സാധനം എനിക്ക് താത്ത തന്നു, ഗിഫ്റ്റ് ചെയ്ത്. ഗൈസ് you can see guys.
ആൻഡ് ഇത്രയും സാധനങ്ങളാണ്. എനിക്ക് ഒരുപാട് സാധനങ്ങൾ താത്ത തന്നെ തന്നിട്ടുണ്ട്. ആൻഡ് സ്ക്രഞ്ചീസ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്രയും ഒരുപാട് സാധനങ്ങളുണ്ട്. 2 ബാഗ്, ഒരു വാലറ്റ്, ഒരു ജ്വല്ലറി ബോക്സ്, കുർത്ത പലാസോ. ആൻഡ് ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് വെക്കാം. നെക്സ്റ്റ് വന്ന് ബ്രദറിന്റെ വക എനിക്കൊരു ലിപ്സ്റ്റിക്. അതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്. അതെൻ്റെ ഇത് ഇങ്ങനെ കഴിയാനായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് കിട്ടി. ഇതാണ് മെബ്ലൈൻ്റെ സെൻസേഷണൽ, ഇതായിരുന്നു ഷെയ്ഡ് മേഡീസ് 11. ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് കിട്ടി ഗായ്സ്. നെക്സ്റ്റ് എൻ്റെ ഉപ്പ എനിക്ക് തന്നത് കാണിച്ചു തരാം. ഈ ഒരു നിവ്യയുടെ ക്രീമും അതുപോലെ തന്നെ ഈ ഒരു പെർഫ്യൂം ഭ്രാന്തത്തി ആയിട്ടുള്ള എനിക്ക് ഈ ഒരു പെർഫ്യൂം നല്ല സ്മെല്ലുള്ള പെർഫ്യൂമാണിത്. സോ ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതെങ്ങനെ ഫോക്കസ് ചെയ്യാം, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ബ്രദേഴ്സിനോടും ഫാദേഴ്സിനോടും പറയാം ഇത് കൊണ്ടുവരാൻ. നല്ല മണമാണ്. ഇനി എൻ്റെ അനിയത്തിയും ഉമ്മയും കൂടെ തന്നത് ഞാൻ ഒരു ഡയറി, 2 ക്രാബ്സ്, പിന്നെ ഒരു ടെക്നോട്ടിപ്പ് പെന്നിന്റെ ഒരു ബോക്സ് മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട്. ഐ തിങ്ക് എന്നെ ഇപ്പൊ തന്നെ അവർക്ക് പറഞ്ഞയക്കാൻ നല്ല ധൃതിയായെന്ന് തോന്നുന്നു. ആൻഡ് ഒരു ഫേക്ക് നെയിൽസ്, പിന്നെ ഒരു ഐലൈനർ, ഇൻസൈറ്റിന്റെ ഐലൈനർ ആണ്. എൻ്റെ ഐലൈനർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റം ആട്ടോ. ലൈക്ക് എനിക്ക് ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണ്. ഞാൻ പക്ഷേ മിറർ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ദെൻ ഈ മിറർ എനിക്ക് കിട്ടി. സോ ഐ ലവ്. ഇനി എൻ്റെ ഫ്രണ്ട്സുകൾ ഗിഫ്റ്റ് ചെയ്തത് കാണിച്ചു തരാം. കിട്ടിയ ഉടനെ തന്നെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിത് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ can I express, like how can I tell you my happiness. ഒന്നും എനിക്കറിയില്ല. ഈ ഷർട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ആ ഫ്രണ്ടിന് എനിക്കൊരു ബെൻഡോ കേക്ക് ഉണ്ടല്ലോ, ആ ഒരു ലഞ്ച് ബോക്സ് കേക്ക്, അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് എനിക്ക് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ഉണ്ട് അതെൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്രാവശ്യം എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളാണ് എനിക്ക് കിട്ടിയ മോസ്റ്റ് എല്ലാ സാധനങ്ങളും. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ വാങ്ങിക്കണം, ഓക്കെ ടൈം ആകുമ്പോൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ച സാധനങ്ങളാണ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ മെജോറിറ്റി സാധനങ്ങളും എനിക്ക് അങ്ങനത്തെയാണ് ഇപ്രാവശ്യം. സോ ഫസ്റ്റ് വൺ ഈ ഒരു വാച്ച്, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഐ എം സോ ഹാപ്പി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ഒരു സംഭവമാണ് ഇത്. എനിക്ക് ഞാൻ പറയട്ടെ, അത്ര പ്രീമിയം വേണമെന്നല്ല, ഇത് ഞാൻ ഒരിക്കൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ്. കാണിച്ചു തരാം. റസ്റ്റിന്റെ ഈ ഒരു വാച്ച്, ഞാൻ ഒരിക്കൽ വാങ്ങിക്കണം. കോളേജ് തുടങ്ങുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ എനിക്കിത് വേണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. എൻ്റെ അത് എനിക്ക് കിട്ടി. ഞാനത് ഒരുപാട് ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് കിട്ടി. എനിക്ക് തോന്നുന്നു എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം കിട്ടിയത് മൊത്തം അങ്ങനെയാണ്. ആൻഡ് ഈ ഒരു ഫോൺ കേസ്, കത്തേഴ്സ്, എനിക്കിത് നല്ലോണം ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഫോണിൽ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ പോട്ടെ, ഞാൻ സെൽഫ് ഗിഫ്റ്റിംഗ് എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെയ്ത സംഭവങ്ങളാണ് എൻവൈബയുടെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം, ഫേസസ് കാനഡൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇതിപ്പോൾ കറൻലി ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, വേറെ ഒന്നും കൂടി എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ആൻഡ് നെക്സ്റ്റ് വൺ ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീൻ. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോക്സ്ടെയിൽ സൺസ്ക്രീനും അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ്. പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ സോ അമേസിങ് സൺസ്ക്രീൻ ആണ് പ്ലമ്മിൻ്റെത്. ഇതും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാധനമാണ്. ഓക്കെ, ആൻഡ് ഇത്രയും സാധനങ്ങളാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് പ്രാവശ്യം കിട്ടിയത്. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങളാണ് ഇതൊക്കെ പലതും. ആൻഡ്
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ആ സെയിം ബാഗ് എനിക്ക് തന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ബാഗ് ഇതാണ് കേട്ടോ. ഇത്താതെ സെയിം സാധനം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, കളർ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ദിസ് വൺ ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത്. എൻ്റെത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞു, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. അഫോർഡബിൾ ആണ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. സോ ഇത്രയും ഗിഫ്റ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഗിഫ്റ്റ്സ് തന്നവരോട് എനിക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ലേ. എനിക്ക് ചിരിക്കാൻ അറിയാം. അതല്ലാണ്ട് നമുക്ക് ഒരാളൊരു സർപ്രൈസ് തന്നുമ്പോൾ വാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ എനിക്കറിയത്തില്ല എന്നല്ല, എനിക്കത് വരത്തില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ആൻഡ് പിന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത്. അത് കറക്റ്റ് 12 o'clock എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയത്. എൻ്റെ ഒരു ഫോളോവറാണ്. അതേപോലെ തന്നെ എനിക്ക് മുന്നേ അവരുടെ ഒരു ബ്രാൻഡ് അവരുടെ ഒരു പേജ് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്, ഒരു വാച്ച്. ആൻഡ് ആ വ്യക്തി എനിക്ക് തന്ന ഗിഫ്റ്റ് ഇറ്റ്സ് ടോട്ടലി സർപ്രൈസ്ഡ്. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒന്നാണ്. എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ആൻഡ് എൻ്റെ ഈ ഒരു ബർത്ത്ഡേ ഒരുപാടധികം സ്പെഷ്യലാക്കിയത് ഇവരൊക്കെ തന്നെയാണ്. ആൻഡ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. ഓക്കെ, ആൻഡ് ഐ എം സോ ഹാപ്പി. ആൻഡ് എനിക്ക് എങ്ങനെ അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാം. എനിക്ക് ചിരിക്കാൻ മാത്രം അറിയാം. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും ഞാൻ ചിരിച്ച് നേരിടും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ബൈ. Happy birthday, Filsa. രണ്ടിണപ്പൂച്ചെണ്ടിൽ രാജസല്ലഭങ്ങളോ, പുന്നാരപ്പൂങ്കിന്നാരങ്ങളോ, കണ്ണൂരം ഞാനും നീ എന്ന രാഗം എന്നാളും നമ്മിൽ നിറയുമനകതാരം. മരതകമഞ്ചും നീളെ മിഴികളിൽ കിനാക്കളോ, മരതകമഞ്ചലിലാടും മകരതാരുകങ്ങളോ, ചന്തത്തിക മിന്നത്തുളി ജന്നത്തണവായേ, ചിന്തപ്പുകളും മത്തിന് ഹിമ്മത്തണവായേ, എല്ലാം എന്റെ ത്വാഹ തുതി ചൊല്ലാം ഇങ്ങ് വാവാ മുത്തേയ മോല. കൺമണി റസൂല നന്മ നിലാവെന്റെ വസീല, ജയമരുളുമാകെ ദീപം.